ഈ നമ്പർ വെച്ചിട്ട് ഏറിന്റെ വിളിക്കാനെല്ലാം ഞാൻ ചെയ്തിട്ട് ഫേക്ക് ആണെങ്കിൽ ഞാൻ നാളെ കംപ്ലൈന്റ് ഒന്നും പറയാൻ വിശ്വസിക്കുന്നത് എറണാകുളത്ത് ഇന്റർവ്യൂ ഉണ്ട് പേടിച്ച് കേസ് കൊടുക്കുമല്ലോ. ബിഗ് ബോസ് വരുന്നില്ല. അല്ലല്ല ഞാൻ വരാം. ഇത് റിയൽ ആണെങ്കിൽ ഞാൻ വരാം. ഞാൻ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞ രീതിയിലുള്ള പൈസ ഒക്കെ തരാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ ആൾക്കാർ എത്ര പൈസ തരും? ഒരു ദിവസം 3000 വെച്ച് തരണം. നിങ്ങൾ പെട്ടെന്ന് പോകാൻ നമുക്ക് എന്ത് നമ്മളെ ഇഷ്ടമല്ല. ഒരു ദിവസം 3000 വെച്ച് ഞാൻ അങ്ങോട്ട് തരണം അല്ലേ? ഓക്കെ, ഞാൻ നാളെ ആദ്യം പറയാം. നമ്മൾ ഏഷ്യാനെറ്റിൽ നിന്ന് ആൾക്കാരെ സ്വാധീനിച്ചിട്ടാണ്, ലാലേട്ടനൊക്കെ സ്വാധീനിച്ചിട്ടാണ് നിങ്ങളെ കേൾക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനൊരു എഫേർട്ട് നമ്മൾ ഇടുന്നത്. ഞാനൊരു സംഭവം പറയാം, അതൊക്കെ ഞാൻ പറയാം. ഇത് ഫേക്ക് ആണെങ്കിൽ നമ്പർ അടക്കം വെച്ച് ഞാൻ കേട്ട്. ഓക്കെ. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യലാണ്. ഒരു ചങ്ങായിനെ പ്രാങ്ക് ആക്കാൻ പോവാണ്. ചങ്ങായി എല്ലാ കാര്യത്തിലും ഇടപെടുന്ന ചങ്ങായിയാണ്. ഇപ്പത്തെ അവനൊരു MLA സ്ഥാനം കൊടുക്കണമെന്നിട്ട് തന്നെ എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനത്തെ ഒരു ചങ്ങായിയാണ്. ആ ചങ്ങായിന് ബിഗ് ബോസിനെ വെച്ചിട്ട് എന്നെ ഒരു ട്രോളിട്ടുണ്ട് ചങ്ങായി. അവന് 8ന്റെ പണി ഇപ്പൊ പ്രാങ്കിൽ കൊടുക്കാണ്. എന്തെല്ലാന്ന് എന്നിട്ട് നമുക്ക് നോക്കാം. വിളിക്കറ. ഹലോ, അൽത്താഫ് അല്ലേ? അൽത്താഫാണ്. ഞാൻ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഏഷ്യാനെറ്റിൽ നിന്ന്. ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട്. അതെ. ഞാനേ ഞങ്ങള് ഒരു 3-4 ആൾക്കാർ ഇങ്ങനെ സന്നദ്ധത കാണിച്ചിട്ടുണ്ടായി. അപ്പൊ 2-3 കാര്യങ്ങൾ കൂടി സംസാരിച്ചെങ്കിൽ നിങ്ങൾക്ക് നേരെ എറണാകുളത്തുനിന്ന് വന്നിട്ട് സംസാരിക്കാനുണ്ടായി. അതിനു മുമ്പ് കാസർഗോഡ് ഭാഷ സംസാരിക്കുന്നുണ്ടല്ലോ. ഞാൻ കാസർഗോഡ് തന്നെയല്ലേ. ഞാൻ എന്റെ ചാനലിൽ സംസാരിക്കുന്ന മിക്സ്ഡ് ഭാഷയാണ്. സംസാരിക്കുന്നത് മിക്സ്ഡ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാസർഗോഡ് ഭാഷ സംസാരിക്കാം. ഓക്കെ. ഞാൻ വേണ്ടത് ചെയ്യാം. ഞാൻ എല്ലാ പ്രശ്നം ഇടപെടലും ഞാൻ ഇപ്പൊ നോർമലായി വീട് ചെയ്യുന്നത്. കാര്യങ്ങൾ നിങ്ങൾ ഉഷാറാണ് ശരിക്കും പറഞ്ഞത്. ആൾക്കാരെ ഗെറ്റുതിരിപ്പ് ഉണ്ടാക്കുന്നതിൽ നിങ്ങൾ ഓക്കെ. ഞാൻ സെറ്റാക്കാം. നെഗറ്റീവ് നിങ്ങൾ പറഞ്ഞ പോലെ ആക്കാം. റൂമും ഫുഡൊക്കെ ഉണ്ടാവുള്ളൂ. എങ്ങനെ റൂമും ഫുഡും? ഒരു കാര്യം ഞാൻ പറയുന്ന അക്കോമഡേഷൻ ഉണ്ടാവും. ഇത് ഫേക്ക് ആണെങ്കിൽ ഇത് പറയാലോ. ഫേക്ക് ആണെങ്കിൽ നമ്പർ അടക്കുന്ന ആദ്യത്തെ ഒരു മാസം നിങ്ങൾക്ക് റൂമും ഫുഡ് ഉണ്ടാവും. അത് കഴിഞ്ഞാല് പിന്നെ ആദ്യം ഒരു മാസം അപ്രന്റീസ് ആണ്. അടുത്ത മാസം മുതൽ ഞങ്ങൾക്ക് ഓരോ ദിവസം 3000 വെച്ചിട്ട് ഇങ്ങോട്ട് തരേണ്ടി വരും. അത് ഇങ്ങോട്ട് തരേണ്ടി വരും. പിന്നെ നിങ്ങൾക്ക് ഇതുണ്ടല്ലോ, നിങ്ങൾക്ക് ഒരു വ്യൂസ് ഒക്കെ വരുന്നല്ലേ. ഓരോ ദിവസം നിങ്ങൾ ഓരോ ദിവസം ഇങ്ങോട്ട് തരേണ്ടതായിട്ട് വരും. അത് ഓക്കെയാണോ? നമ്മളിത് താല്പര്യമുണ്ടോ ബിഗ് ബോസ് ഒക്കെ വരാൻ വേണ്ടി? അത് നിങ്ങൾ അങ്ങനത്തെ പൈസ ഒക്കെ തരാൻ തയ്യാറാണോ? നമ്മൾ ഇതിന്റെ ഏഷ്യാനെറ്റിന്റെ മെയിൻ ആൾക്കാരൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ടാണ് എല്ലാവർക്കും പൈസ പല രീതിയിലും പല അത് നിങ്ങൾ ചെയ്യാം. അതിലുള്ള അക്കാര്യത്തിൽ നിങ്ങൾ ഓക്കെയാണ്. അതാണ് നിങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടി കാരണം. ഇങ്ങനത്തെ കാര്യം